ഒട്ടും സെക്യൂർ അല്ല. ഞാൻ ആ ന്യൂസിലാൻഡ് കണ്ടിന്യൂ ചെയ്ത് ഓസ്ട്രേലിയ പോയിരുന്നെങ്കിൽ ഹലോ, ഞാൻ ഡെൻമാർക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ ജേർണീനെ കുറിച്ച് പറയാനുള്ളൊരു വീഡിയോ ആട്ടോ ഇത്. ഞാൻ ഡെൻമാർക്കിലേക്ക് നഴ്സിംഗ് വിസയിലാണ് വന്നത്. നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഇവിടുന്ന് പേഷ്യൻ്റ് സേഫ്റ്റി അതോറിറ്റി നമുക്ക് അപ്രൂവൽ തന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗവൺമെൻറ് തന്നെ ഇവിടുത്തെ ലാംഗ്വേജ് സ്കൂളിൽ നമ്മൾ ചേർന്ന് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അതായിരുന്നു ഞങ്ങളുടെ വിസ. ഈ ലാംഗ്വേജ് 1.5 ഇയേഴ്സ് വരെ എടുക്കുന്നതാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന കുറേ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ ആസ് എ നേഴ്സ്, നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK-ലോ അയർലാൻഡിലോ ഒക്കെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 hours സെക്യൂർ ആയിട്ടൊരു ജോബുണ്ട്. ആ ജോബും കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ഇന്ത്യയിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് നാളത്തെ വെയിറ്റിംഗ് വരുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് സെക്യൂർ ആയിട്ടൊരു ജോലിയുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ കയറി വന്നതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ കയറി പോവില്ലേ അങ്ങനെ. പക്ഷേ അത്ര എക്സ്പെൻസ് എന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള എക്സ്പെൻസാണ് നമുക്ക് കൂടുതൽ വരുന്നത്. കാരണം ഒരു അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ തന്നെ എടുക്കണം. കൂടെ നമുക്ക് അന്നേരം ഒരു ജോലിയില്ല. ഇവിടുത്തെ നമ്പർ, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആകാൻ തന്നെ 2 months മീതെങ്കിലും എടുക്കും. അപ്പോൾ അതെല്ലാം ആയി കഴിയുന്നിടം വരെ തന്നെ നമ്മൾ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം വിതൗട്ട് എ ജോബ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും നമുക്ക് റെഫറൻസിലാണ് ജോലി കിട്ടത്തില്ല. പിന്നെ ഞാൻ വന്ന ആ ടൈം എന്ന് പറയുമ്പോൾ നല്ല പീക്ക് മൊമെൻ്റ് ആയിരുന്നു. ഒക്ടോബറിലാണ് ഞാൻ വന്നത്. എൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നവംബർ ലാസ്റ്റ് ഡിസംബറോട് കൂടിയാണ് ആയത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ജസ്റ്റ് ഒരു പാക്കിംഗ് ജോബ് ഒരു 1 month അത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ വീണ്ടും ഞാൻ ജോലിയെല്ലാം തപ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 2 hours ജോബ് കിട്ടി. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 6 മാസത്തോളമായി. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഞാൻ ആ 2 hours ജോബ് 2 to 3 hours മാക്സിമം ആ ജോബ് വെച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. നമ്മളൊരു നേഴ്സായിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ സെക്യൂർ ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഒട്ടും സെക്യൂർ അല്ല. നമ്മൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ബേർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ 2 hours 3 hours ജോബ് ചെയ്യുന്നു. നമുക്കൊന്നും തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഏജൻസിക്കാർ നമ്മളോട് ഇങ്ങനത്തെ വേക്കൻസി കാര്യങ്ങളൊക്കെ പറയുമ്പം ഡെൻമാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നഴ്സുമാർ ഭയങ്കര ഷോർട്ടേജ് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറയ്ക്കുമായിരുന്നു പല ഏജൻസികളും. പക്ഷേ ഇവിടെ ഒരു നഴ്സിംഗ് ഷോർട്ടേജ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ വന്നേക്കുന്നവർക്ക് ആർക്കും തോന്നുന്നില്ല. കാരണം ഇവർക്ക് വേണ്ട നഴ്സുമാരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരെയും ഇവരുടെ കൺട്രിയിൽ നിർത്തി കുറിപ്പിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. നമ്മളെ കൊണ്ടുവന്നു, നമ്മളിവിടെ കുറച്ച് നാൾ പണിയെടുക്കുക. നമുക്ക് ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നേഴ്സായിട്ട് കയറുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ മേ ബി സിറ്റുവേഷൻസ് ചേഞ്ച് ആവാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ വേക്കൻസി കാര്യങ്ങളൊക്കെ വരാം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ സൈറ്റിലൊക്കെ നഴ്സിംഗ് വേക്കൻസി 0 എന്നാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അപ്രൂവൽ ലെറ്ററിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാമെന്ന്. ഈവൻ ഏജൻസിക്കാർ പോലും പറഞ്ഞിരുന്നത് കെയർ ഗീവറായിട്ട് നമുക്കിവിടെ ജോലി വാങ്ങിച്ചു തരും എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏജൻസിയുടെ ത്രൂ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഏജൻസിയുടെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇഷ്ടംപോലെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയിട്ടുണ്ട്. പുച്ഛം, ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പുച്ഛം. അതുകൂടാതെ തന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾക്ക് ബെറ്റർ എപ്പോഴും അങ്ങനത്തെ കൺട്രി അല്ലായിരുന്നോ എന്നാണ്. അതവർ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ അകത്ത് ഞാനും കുറേ പേരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൊഡ്യൂൾ 3 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കൊക്കെയാണ് കെയർ ഗീവറായിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ മൊഡ്യൂൾ 3 ആയിട്ടും കെയർ ഗീവറായിട്ട് കയറാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ ചിലവരൊക്കെ മൊഡ്യൂൾ 3 ആയിട്ടും കെയർ ഗീവറായിട്ട് കയറിയവരുമുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നേഴ്സായിട്ട് നേഴ്സിംഗ് വിസയിൽ ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി വന്ന് പെട്ടുപോയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു സെക്യൂർ ജോബ് ഇല്ലാണ്ട്. ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെപ്പോഴും നേഴ്സുമാരാണെങ്കിൽ ഒരു നേഴ്സായിട്ട് തന്നെ പോകാൻ നോക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈവൻ നമുക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും
ഏതെങ്കിലും അറേബ്യൻ കൺട്രി ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു നഴ്സിംഗ് ജോബും ഉണ്ട്, നമുക്കൊരു ഫിക്സ്ഡ് ടൈമിങ്ങും ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു ജോബില്ല, കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രഗിൾസ് വരുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും നഴ്സുമാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഈ ലാംഗ്വേജ് പഠിക്കാനുള്ള വിസയ്ക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെ പോകാതെ എപ്പോഴും രജിസ്റ്റർ നേഴ്സായിട്ട് തന്നെ കയറി പോകാൻ നോക്കുക. പിന്നെ ഞാനിവിടെ കയറി വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ OET കഴിഞ്ഞ് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ IQ എക്സാമിൻ്റെ ഡേറ്റും കൂടെ വന്നതാണ്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ന്യൂസിലാൻഡിലേക്ക് പോകുന്നവരെല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ഓസ്ട്രേലിയ നോക്കിയാൽ മതിയായിരുന്നു. ഓസ്ട്രേലിയക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെ ചെയ്തിട്ട് അവൾക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു ന്യൂസിലാൻഡ് എന്ന് പറയുമ്പം 10-12 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെൻമാർക്കിലേക്ക് വന്നപ്പം അത്രയും എക്സ്പെൻസ് ഇല്ലായിരുന്നു. ഒരു 6 ലക്ഷത്തിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് എക്സ്പെൻസ് കൂടുതലായത്. ബിക്കോസ് ഇവിടുത്തെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് ആദ്യം ഒരു കമ്പനി റൂമായിരുന്നു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഷെയറിങ്ങിലല്ലായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നത്, അങ്ങനൊരു ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഡെൻമാർക്കിലേക്ക് വന്നപ്പോൾ ഓപ്ഷൻസ് ലാംഗ്വേജ് പഠിച്ചാൽ മതിയല്ലോ, ലാംഗ്വേജ് പഠിച്ച് രജിസ്റ്റർ നേഴ്സ് ആവാമല്ലോ. പിന്നെ ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ വേൾഡിലെ സെക്കൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രിയും കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് ചൂസ് ചെയ്തത്. പക്ഷേ ഇതെന്തായാലും അത്ര നല്ലൊരു ഓപ്ഷൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ന്യൂസിലാൻഡ് കണ്ടിന്യൂ ചെയ്ത് ഓസ്ട്രേലിയ പോയിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് നമുക്ക് ഫണ്ട് അത്രയും വേണമായിരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത്. അപ്പം നിങ്ങൾ ആരെങ്കിലും നഴ്സുമാരാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ നേഴ്സായിട്ട് തന്നെ കയറിപ്പോകാൻ നോക്കുക. ഞാൻ നെഗറ്റീവ് അടിച്ചതല്ല, ഇവിടെ വന്നിട്ട് എന്നെ പോലെ കുറച്ച് പേര് പെട്ടുപോയവരുടെ അവസ്ഥ ഞാനിങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.